Check connecting rod for bend and twist. Assemble the piston and connecting rod assembly. ഹായ്, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഈ എക്സസൈസിലുടനീളം ഞാൻ നിങ്ങളെ നയിക്കും. ഓട്ടോമൊബൈൽ എൻജിൻ സർവീസിംഗിൽ എൻജിൻ കമ്പോണൻറ്റുകളുടെ പരിശോധന, പെർട്ടിക്കുലർ പാർട്ടുകളുടെ കണ്ടീഷൻ മനസ്സിലാക്കൽ, അത് റീപ്ലേസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. പാർട്ടുകൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിനും അസംബിൾ ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. എൻജിൻ ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ ഒരു ടെക്നീഷ്യൻ എൻജിൻ സർവീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എൻജിൻ മിസ്ഫയർ നോക്കിംഗ്, അമിതമായ വൈബ്രേഷൻ, ഓയിൽ കൺസപ്ഷൻ, എൻജിൻ ഓവർ ഹീറ്റിംഗ്. മേൽ പറഞ്ഞ ലക്ഷണങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ബെൻഡ് ആയതോ ട്വിസ്റ്റ് ആയതോ ആയ കണക്റ്റിംഗ് റോഡ് ആയിരിക്കാം. അതിനാൽ ബെൻഡ് അല്ലെങ്കിൽ ട്വിസ്റ്റിനായി കണക്റ്റിംഗ് റോഡ് എങ്ങനെ പരിശോധിക്കാമെന്നും പിസ്റ്റണും കണക്റ്റിംഗ് റോഡും എങ്ങനെ അസംബിൾ ചെയ്യാമെന്നും നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് ബെൻഡും ട്വിസ്റ്റും കണ്ടെത്തുന്നതിനായി കണക്റ്റിംഗ് റോഡ് പരിശോധിക്കാൻ, പിസ്റ്റണും കണക്റ്റിംഗ് റോഡും അസംബിൾ ചെയ്യാൻ ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും. പിസ്റ്റൺ വൈസ് സർക്ലിപ്പ് പ്ലെയർ, ആവശ്യമായ എക്വിപ്മെന്റ്സും സ്പെയറുകളും. കണക്റ്റിംഗ് റോഡ് അലൈൻമെന്റ് ഫിക്ചർ, പിസ്റ്റൺ പിൻ, കണക്റ്റിംഗ് റോഡ്, ആവശ്യമുള്ള മെറ്റീരിയലുകൾ. ബനിയൻ ക്ലോത്ത്. പിസ്റ്റണിൽ നിന്ന് ക്രാങ്ക്ഷാഫ്റ്റിലേക്ക് ചലനം ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള എഞ്ചിനിലെ ഒരു സുപ്രധാന ലിങ്കായി ഒരു കണക്റ്റിംഗ് റോഡ് പ്രവർത്തിക്കുന്നു. സാധാരണയായി കാസ്റ്റ് അലുമിനിയം അലോയ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ റോഡുകൾ കമ്പസ്റ്റണും പിസ്റ്റൺ മൂവ്മെന്റും സൃഷ്ടിക്കുന്ന ഡൈനാമിക് സ്ട്രെസ്സുകൾ താങ്ങുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. കണക്റ്റിംഗ് റോഡിന്റെ ഒപ്റ്റിമൽ കണ്ടീഷൻ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ അതിൽ നിരവധി കീ ഫാക്ടറുകൾ ഉൾപ്പെടുന്നു. സ്ട്രെയിറ്റ്നെസ്, റോഡിന്റെ സെന്റർ ടു സെന്റർ ലെങ്ത് ഉറപ്പാക്കുക. പിൻ ബോറിലും ബിഗ് എൻഡ് ബോറിലും റൗണ്ട്നെസ് നിലനിർത്തുക. റിസ്റ്റ് പിൻ, ക്രാങ്ക് റോഡ് പിൻ ഫിറ്റിനും ഓയിൽ ക്ലിയറൻസിനും അനുയോജ്യമായ സൈസ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫക്റ്റുകൾ ഒന്നും ഇല്ലാതിരിക്കുക. ഈ മാനദണ്ഡങ്ങൾ തോന്നിയേക്കാമെങ്കിലും എഞ്ചിന്റെ ഡ്യൂറബിലിറ്റിക്കും പെർഫോമൻസിനും ഓരോന്നിനും ഉയർന്ന പ്രാധാന്യമുണ്ട്. എല്ലാ കണക്റ്റിംഗ് റോഡുകളും ബെൻഡുകൾ, ട്വിസ്റ്റുകൾ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ എന്നറിയാനായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ബെൻഡായ റോഡ് ബീമിന് ബിഗ് എൻഡ് ബോറിന്റെ സെന്റർ ലൈനിനെ റിസ്റ്റ് പിൻ ബോറിന്റെ സെന്ററുമായി മിസ് അലൈൻ ചെയ്യാൻ ഇടയാക്കും. അതേസമയം ബീമിലെ ഒരു ട്വിസ്റ്റ് ബിഗ് എൻഡ് ബോറിനെ സ്മോൾ എൻഡ് പ്ലെയിനിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഇടയാക്കും. അതിനാൽ കണക്റ്റിംഗ് റോഡിലെ ബെൻഡുകളും ട്വിസ്റ്റുകളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ബെൻഡുകൾക്കും ട്വിസ്റ്റുകൾക്കുമായി കണക്റ്റിംഗ് റോഡ് പരിശോധിക്കുന്നതിന് ചെക്കിംഗ് ഡിവൈസ് സർഫേസ് ടേബിളിൽ വയ്ക്കുക. ബെൻഡും ട്വിസ്റ്റും പരിശോധിക്കാൻ കണക്റ്റിംഗ് റോഡ് തിരഞ്ഞെടുക്കുക. ബെൻഡ് പരിശോധിക്കാൻ ചെക്കിംഗ് ഡിവൈസിൽ കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡിൽ പിസ്റ്റൺ പിൻ ഇൻസ്റ്റാൾ ചെയ്യുക. പിസ്റ്റൺ പിന്നിന്റെ സെന്റർ കണക്റ്റിംഗ് റോഡുമായി കൃത്യമായി ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അലൈനിംഗ് ഫിക്ചറിൽ കണക്റ്റിംഗ് റോഡ് ഫിക്സ് ചെയ്യുക. കോണ്ടാക്ട് പോയിന്റ് പിസ്റ്റൺ പിന്നിന്റെ മുൻഭാഗത്ത് തൊടുന്നതുവരെ ഡയൽ ഇൻഡിക്കേറ്റർ നീക്കി ഡയലിൽ 0 പൊസിഷൻ സെറ്റ് ചെയ്യുക. ഇപ്പോൾ കണക്റ്റിംഗ് റോഡ് നീക്കുക. പിസ്റ്റൺ പിന്നിന്റെ പിൻഭാഗത്ത് അതേ പ്രൊസീജർ ചെയ്യുക. ഡയൽ 0 പൊസിഷൻ കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ കണക്റ്റിംഗ് റോഡിൽ ബെൻഡ് ഇല്ലയെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 0 പൊസിഷൻ കാണിക്കുന്നില്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് വളഞ്ഞതായി നിഗമനം ചെയ്ത് അത് റീപ്ലേസ് ചെയ്യുക. ട്വിസ്റ്റ് പരിശോധിക്കാൻ പിസ്റ്റൺ പിൻ വഴി കണക്റ്റിംഗ് റോഡുമായി പിസ്റ്റൺ കണക്ട് ചെയ്യുക. ഫിക്ചറിൽ അസംബ്ലി ഇൻസ്റ്റാൾ ചെയ്യുക. പിസ്റ്റൺ ഉപയോഗിച്ച് ജിഗ് ഫിക്സ് ചെയ്ത ശേഷം ചരിക്കുക. ഓപ്പറേഷൻ സമയത്ത് ഫേസ് പ്ലേറ്റിനെതിരെ ഫ്രിക്ഷനോടെ ജിഗ് മൂവ്മെന്റ് കാണിക്കുന്നുവെങ്കിൽ കണക്റ്റിംഗ് റോഡിൽ ട്വിസ്റ്റുകൾ ഒന്നും ഇല്ലെന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. നേരെ മറിച്ച് അത്തരം മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത ഘട്ടത്തിൽ പിസ്റ്റണും കണക്റ്റിംഗ് റോഡും അസംബിൾ ചെയ്യുക. പിസ്റ്റണിന്റെ സ്കേർട്ട് ഭാഗം മുകളിലേക്ക് വരുന്ന വിധത്തിൽ പിസ്റ്റൺ വൈസിൽ പിസ്റ്റൺ ഹോൾഡ് ചെയ്യുക.
പിസ്റ്റൺ ടൈറ്റായി ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ പിസ്റ്റൺ പിൻ ബോസുമായി കൃത്യമായി മാച്ച് ചെയ്യുന്ന കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡ് ഇൻസേർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ പിസ്റ്റൺ പിൻ ബോസിലേക്ക് പിസ്റ്റൺ പിൻ ഇൻസേർട്ട് ചെയ്യുക. പിസ്റ്റണും കണക്റ്റിംഗ് റോഡ് അസംബ്ലിയും വൈസിൽ നിന്ന് പുറത്തെടുക്കുക. വൈസിൽ കണക്റ്റിംഗ് റോഡ് ഹോൾഡ് ചെയ്ത് ഗ്രൂവിന്റെ ഇരുവശത്തുമുള്ള സർക്ലിപ്പുകൾ ശരിയാക്കുക. സർക്ലിപ്പുകൾ ശരിയായി ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ വൈസിൽ നിന്ന് കണക്റ്റിംഗ് റോഡ് പുറത്തെടുത്ത് കാണിച്ചിരിക്കുന്നതുപോലെ പിസ്റ്റൺ ടിൽറ്റുകൾ എളുപ്പത്തിൽ പരിശോധിക്കുക. നമ്മൾ ഈ പാഠത്തിന്റെ അവസാനത്ത് എത്തി നിൽക്കുന്നു. അങ്ങനെ കണക്റ്റിംഗ് റോഡ് ബെൻഡിനും ട്വിസ്റ്റിനുമായി പരിശോധിക്കാനും കൂടാതെ പിസ്റ്റണും കണക്റ്റിംഗ് റോഡ് അസംബ്ലിയും അസംബിൾ ചെയ്യാനും നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.